ഇതിനെന്തായിരിക്കും ഇങ്ങനെ പേരിട്ടിരിക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, കല്യാണ മീൻകറി. കോട്ടയംകാർ സ്പെഷ്യലാണ്. എന്താണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു ചട്ടി എടുത്ത് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോഴത്തേനും കടുകിട്ട് പൊട്ടിച്ചു. അതേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ടു. എന്നിട്ട് നമുക്ക് ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യുകയോ സിമ്മിലിടുകയോ ചെയ്യും. ഞാനിവിടെ തീ ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഉലുവ ആദ്യമായിട്ട് വേണമെങ്കിൽ പൊട്ടിക്കാൻ കേട്ടോ. എൻ്റെ മുഴുവൻ ഉലുവയില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ഉലുവപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് പുളി സോക്ക് ചെയ്ത് വെച്ചിരുന്ന വെള്ളവും ആ പുളിയും കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുന്നു. തിളച്ച് വരുമ്പോഴത്തേനും തിളച്ച വെള്ളം തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് ഇവിടെ അയല മീനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ അയല മീൻ അതിലേക്ക് ഇട്ട് ഒരു 20 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് കുക്ക് ചെയ്തു കേട്ടോ. കല്യാണ മീൻ കറി റെഡി. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മണമുണ്ടെങ്കിൽ രുചിയില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അടിപൊളി മണമായിരുന്നു, രുചിയായിരുന്നു കേട്ടോ. പക്ഷേ ഉണ്ടാക്കി ഞാൻ തന്നെ പറയുന്നത് ശരിയല്ലല്ലോ. എന്തായാലും നമുക്ക് വഴിയെ ബാക്കിയുള്ള അഭിപ്രായങ്ങൾ കൂടെ അറിയാം. അതും കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓ ഭാഗ്യം. തേങ്ങ അരച്ച മീൻകറികൾ മാത്രം കൂട്ടുന്ന ഒരാളുടെ വായിൽ നിന്ന് ഈ മീൻകറി കുഴപ്പമില്ല കൊള്ളാം എന്ന് പറയുന്നത് തന്നെ എനിക്ക് കിട്ടുന്ന ഒരു നാഷണൽ അവാർഡിന് തുല്യമാണ്. പിറ്റേന്ന് ചൂടായി കഴിക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ബൈ.